ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിലാണ് മരണം സ്ഥിരീകരിച്ചത്. ഇസ്രായേൽ ആക്രമണത്തിൽ ലാരിജാനിക്ക് പുറമെ മകനും സഹായി അലി റസ ബയാത്തും കൊല്ലപ്പെട്ടു. നിരവധി അംഗരക്ഷകരും കൊല്ലപ്പെട്ടതായി ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ അറിയിച്ചു. പ്രതികാരം ചെയ്യുമെന്ന് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കി. ഇന്നലെ പുലർച്ചെയാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായ വിവരങ്ങൾ പുറത്തുവരുന്നത്. ലാരിജാനിയാണ് ലക്ഷ്യം വെച്ചതെന്നും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നും ഇന്നലെ തന്നെ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും ആദ്യഘട്ടത്തിൽ തള്ളുകയായിരുന്നു ഇറാൻ. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ച് രംഗത്ത് വരുന്നത്. അതിലും വളരെ പ്രധാനപ്പെട്ട പരാമർശം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇറാന്റെ ഉന്നമനത്തിലും ഇസ്ലാമിക വിപ്ലവത്തിലുമായി ജീവിതകാലം മുഴുവൻ ശ്രമിച്ച ശേഷം അദ്ദേഹം തന്റെ ആഗ്രഹം നിറവേറ്റി അഭിമാനത്തോടെ രക്തസാക്ഷിത്വം വരിച്ചുവെന്നാണ് ഇറാൻ സെക്യൂരിറ്റി കൗൺസിലിനെ ഉദ്ധരിച്ച് മെഹർ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം ഇറാന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു, അലി ലാരിജാനി ആയിരുന്നു. ലാരിജാനിയെ കൂടാതെ ഇറാന്റെ ബാസിജ് ഫോഴ്സ് കമാൻഡറായ ജനറൽ ഗുലാം സർ സുലൈമാനിയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ തിരിച്ചടി ഇറാന് നൽകിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം ഇന്നലെ രാവിലെ സംഭവിച്ചത് എന്നുള്ളതാണ്. ഇത് വലിയ പ്രതികാരം ഇതിനെതിരെ ചെയ്യും എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരിച്ചടി ഉണ്ടാകും എന്ന് ഇറാൻ വ്യക്തമാക്കുന്ന പശ്ചാത്തലം പരമപ്രധാനമാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇറാന് ചെറിയ തിരിച്ചടിയല്ല ഇത്, പ്രധാനപ്പെട്ട നേതാവാണ്. അങ്ങനെ ഇറാന്റെ ഓരോരോ നേതാക്കളെയായിട്ട് വളരെ കൃത്യമായി കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ. അത് വളരെ പരമപ്രധാനമായ സാഹചര്യമാണ്. വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായിട്ടും ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയ്ക്ക് ശേഷം ഇറാനിൽ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിരുന്നു ഈ പറയുന്ന അലി ലാരിജാനി എന്ന് പറയുന്നത്. അടുത്ത പരമോന്നത നേതാവായിട്ട് തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ആളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന വ്യക്തിത്വം കൂടിയായിരുന്നു അലി ലാരിജാനി. ഒരുപക്ഷെ അവിടെ നമ്മൾ എടുത്ത് സൂചിപ്പിക്കുകയാണെങ്കിൽ അവിടെയുള്ള മതപുരോഹിതന്മാരുടെ സംഘടനയാണെങ്കിലും അവിടെയുള്ള അസംബ്ലി കൗൺസിൽ അംഗങ്ങളാണെങ്കിലും അവരെല്ലാവരും മുജ്തബ ഖമനയേക്കാൾ ഒരു പടി കൂടുതൽ പിന്തുണച്ചിരുന്നത് അലി ലാരിജാനിയെയാണ്. എന്നാൽ തൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള സ്ട്രോങ് ഹോൾഡും അതുപോലെ IRGCയിലുള്ള പിടിപാടുകളും അതെല്ലാം കൊണ്ടാണ് മുജ്തബ ഖമനൈ ആയത്തുള്ള അലി ഖമനയ്ക്ക് പകരക്കാരനായി പരമോന്നത നേതാവ് ആയതെന്ന് നമുക്ക് ഇതിനു മുൻപേ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ശരിക്കുള്ള ഒരു നടപടിക്രമങ്ങളിലൂടെ അസംബ്ലി കൗൺസിലിൻ്റെ വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ കയറിയിരുന്നുവെങ്കിൽ അലി ലാരിജാനി തന്നെ ഇന്ന് ഇറാന്റെ അടുത്ത പരമോന്നത നേതാവായി മാറിത്തീരുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ശക്തനായിട്ടുള്ള ഒരു നേതാവാണ് അലി ലാരിജാനി. ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം നിരവധി തവണ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനെതിരെയും കടുത്ത രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. മുജ്തബ ഖമനൈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതുവരെ നേരിട്ടെത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായി എഴുതിക്കൊടുത്ത പ്രസ്താവനയല്ലാതെ ഒരു ശബ്ദ ക്ലിപ്പിംഗ് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ അലി ലാരിജാനി നിരന്തരം മാധ്യമങ്ങളെ നേരിട്ട് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള വെല്ലുവിളികൾ തന്നെ ഉയർത്തിയിരുന്നു. എന്നാൽ ആ ഒരു വലിയ നേതാവ് തന്നെ കൊല്ലപ്പെട്ടത് ഇറാന് തീർച്ചയായിട്ടും വലിയൊരു ആഘാതം തന്നെയാണ്, വലിയൊരു തിരിച്ചടി തന്നെയാണ്. അവരെ മൊത്തത്തിൽ പിന്നോട്ടടിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് അലി ലാരിജാനിയുടെ മരണം. ഇത് ആദ്യഘട്ടത്തിൽ ഇറാൻ സ്ഥിരീകരിച്ചിരുന്നില്ല. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ ഇന്നലെ രാത്രിയോടെയാണ് അലി ലാരിജാനിയുടെ മരണം ഇറാൻ സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പമാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ലഭിക്കുന്നത്. മാത്രമല്ല ഇറാന്റെ അർദ്ധസൈനിക വിഭാഗത്തിലെ ഒരു കമാൻഡറായിട്ടുള്ള ഗുലാം റസ സുലൈമാനിയും കൊല്ലപ്പെട്ടതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇറാന് തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധി ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇറാന്റെ വിദേശകാര്യമന്ത്രി അതുപോലെ IRGC ഉൾപ്പെടെ നിലവിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇറാന്റെ ഒരു ഭരണ സംവിധാനം, ഇറാന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് സുശക്തമാണ്. ഒരു നേതാവിനെ കൊന്നതുകൊണ്ട് മാത്രം അത് ഇല്ലാതാകില്ല എന്നാണ് അബ്ബാസ് അറക്ചി ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രതികാരം ചെയ്യുമെന്ന് IRGC അറിയിച്ചിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിൽ ഉൾപ്പെടെ കടുത്ത ആക്രമണമാണ് നടന്നത്. ടെല്ലവീവിൽ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ 2 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം തന്നെ ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നു. മാത്രമല്ല മധ്യ ഇസ്രായേലിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മധ്യ ഇസ്രായേലിലെ 4 സ്ഥലങ്ങളിൽ ആക്രമണം നടന്നതായിട്ടാണ് IDF ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്ന കാര്യം. മാത്രമല്ല തെക്കൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം രൂക്ഷമായതായിട്ട് വിവരമുണ്ട്. അവിടെ നിരന്തരം ഇപ്പോഴും സൈറനുകൾ മുഴങ്ങിക്കേൾക്കുന്നതായിട്ടാണ്
ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇറാഖിലെ ബാഗ്ദാദിലുള്ള ഒരു US എംബസിക്ക് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്. US എംബസി കത്തുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ബാഗ്ദാദിന് നേരെയും ശക്തമായിട്ടുള്ള ആക്രമണം നടന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ സൗദി അറേബ്യയിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസ് കേന്ദ്രീകരിച്ചും ആക്രമണം നടന്നിട്ടുണ്ട്. അവിടെ ഒരു മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. എന്നാൽ ഈ മിസൈൽ വിജയകരമായി പ്രതിരോധിക്കാൻ സാധിച്ചതായിട്ടാണ് സൗദി അധികാരികൾ പറയുന്നത്. ഇതിന്റെ അവശിഷ്ടം അജയ് സുധാ ബിജു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ മൊജ്തബ ഖമേനിയേക്കാൾ ഇറാനിൽ സേയുള്ള ഒരാൾ കൂടിയായിരുന്നു ലാരിജാനി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അദ്ദേഹം അവിടുത്തെ ഏറ്റവും വലിയ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ വിമർശകൻ കൂടിയായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ആരാണ് ഇദ്ദേഹം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1958 ഇദ്ദേഹം ജനിച്ചത്. ഷാ ഭരണകൂടത്തിൻ്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ 1930കളിൽ ഇറാഖിലേക്ക് പലായനം ചെയ്തതാണ് കുടുംബം. ലാർജാനി പിന്നീട് പിറന്ന 2 വർഷത്തിന് ശേഷം കുടുംബം ഇറാനിലേക്ക് മടങ്ങുകയായിരുന്നു. മതപാഠശാലയിൽ പ്രാഥമിക പഠനം നടത്തി. പിന്നീട് ടെഹ്റാനിലെ ആര്യ മഹർ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി. കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം എടുത്തു. അത് കഴിഞ്ഞ് പാശ്ചാത്യ തത്വശാസ്ത്രത്തിലേക്ക് മാറി. വെസ്റ്റേൺ ഫിലോസഫിയിൽ PhDയും നേടി. അതിനുശേഷമാണ് ലാർജാനി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിൽ ചേർന്നത്. പിന്നീട് ഇറാൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. 3 തവണ സ്പീക്കറും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവിയുമായി. അതും 1979 വിപ്ലവത്തിലൂടെ ലാർജാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാവുകയായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ അവിടുത്തെ പരമോന്നതവുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഒരാൾ കൂടിയാണ് ലാർജാനി എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. റവല്യൂഷണറി ഗാർഡ്സ് ആയിരുന്നു ആദ്യത്തെ തട്ടകമായി വന്നത്. അതിൻ്റെ പ്രധാന പദവികൾ വഹിച്ചു. പിന്നീട് സാംസ്കാരിക ഇസ്ലാമിക മാർഗനിർദ്ദേശക മന്ത്രിയായി. മാധ്യമവിഭാഗമായ IRIBയിൽ ഡയറക്ടർ ജനറലായി. ഇക്കാലത്താണ് ഖമനേയുമായി കൂടുതൽ അടുക്കുന്ന പശ്ചാത്തലം ഉണ്ടായത്. 2005 പ്രസിഡന്റ് മഹമ്മൂദ് അഹമ്മദി നജാദ് ലാർജാനിയെ സുരക്ഷാ കൗൺസിൽ തലവനായും മുഖ്യ ആണവ മധ്യസ്ഥനായും നിയമിച്ചു. എന്നാൽ 2 വർഷത്തിന് ശേഷം ലാർജാനി സ്ഥാനമൊഴിഞ്ഞു. അന്ന് ഖമനേയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി അന്ന് പുറത്തു വന്നത്. ഒപ്പം പ്രസിഡന്റ് നജാദിന്റെ തീവ്ര നിലപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അദ്ദേഹത്തെ ബാധിച്ചു. 2008 പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2020 വരെ 3 തവണ സ്പീക്കറായി. 2005 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അപ്പോഴും ഖമനേയുമായുള്ള വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്താണ് ഈ മത്സരമൊക്കെ ഉണ്ടായത്. പക്ഷേ വെറും 5.94% വോട്ട് നേടി 6ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള മത്സരങ്ങളൊക്കെ നടത്തി. ഖമനേയുമായുള്ള വൈരാഗ്യമുണ്ടായിരുന്നു. ഇതോടെ മുഖ്യധാരയിൽ നിന്ന് കുറേ നാൾ മാറി നിന്നു. പിന്നീട് അയത്തുള്ള ഖമേനി മരിച്ച ശേഷമാണ് ഏപ്രിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം മുറുകിയപ്പോൾ ലാർജാനി കടുത്ത പ്രഖ്യാപനം നടത്തി. ഒപ്പം സജീവമായ പൊതുരംഗത്തേക്ക് വന്നു. ആക്രമണമാണ് മുന്നിലെങ്കിൽ ആണവായുധം നിർമ്മിക്കാൻ ഇറാൻ നിർബന്ധിതരാകും എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങളുണ്ടാക്കിയ പശ്ചാത്തലമാണ്. ഇതൊക്കെ പിന്നീട് ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണത്തിലേക്ക് നയിക്കുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ പിന്നീട് കണ്ടതാണ്. ഇത്തരത്തിൽ നിരവധി പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നേതാവ് കൂടിയാണ്, ഇസ്രായേലിനെതിരെ നിന്ന ഒരു നേതാവിനെ കൂടിയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൽ പ്രതികരണവുമായി നെതന്യാഹു രംഗത്ത് വന്നു. ഇറാനിലെ ജനങ്ങൾക്ക് അവരുടെ ഭരണകർത്താക്കളെ സ്ഥാനഭ്രഷ്ടരാക്കാൻ അവസരം നൽകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അലി ലാരിജാനിയെ കൊലപ്പെടുത്തുകയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ ഇറാനെ നയിക്കുന്ന കുറ്റവാളി സംഘങ്ങളുടെ കൂട്ടായ്മയായ റവല്യൂഷണറി ഗാർഡിന്റെ തലവനെ ഞങ്ങൾ രാവിലെ ഇല്ലാതാക്കി എന്ന ടെലിവിഷനിലൂടെയുള്ള പ്രസ്താവനയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇതുമായി ബന്ധപ്പെട്ട് പറയുകയായിരുന്നു. മറ്റൊരു വാർത്ത പുറത്തുവരുന്നത് മൊജ്തബ ഖമേനി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയിൽ ചികിത്സയിലാണ് എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. പക്ഷെ അന്ന് നടന്ന ആക്രമണത്തിൽ ഖമേനി അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ